വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം. അപ്പം എപ്പോഴും പറയുന്നതാണ് വറുത്തതും പൊരിച്ചതും മുഴുവൻ കഴിച്ചോ, അവസാനം ഇതെല്ലാം കൂടെ ഹാർട്ട് അറ്റാക്കിലോട്ട് എത്തിക്കുന്നത്. ശരിക്കും ഏതെങ്കിലും ഫുഡും ഹാർട്ടുമായിട്ട് ബന്ധമുണ്ടോ? ഞാൻ ഈ ഫുഡിനെ കുറിച്ച് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ലിബറൽ ആയിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഇപ്പം എൻ്റെ പേഷ്യൻസിന് ചിലപ്പോൾ പേഷ്യൻസിൻ്റെ സ്പൗസസ് ഒക്കെ ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ ഭയങ്കരമായിട്ട് സാറെന്താ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാം കഴിക്കാം എന്ന് പറയും. സാധാരണ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഫുഡ് പറയും, ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല. ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. ഞാൻ പറയാറ് നിങ്ങൾ മോഡറേറ്റ് ആയിട്ട് മാന്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫുഡും കഴിക്കാമെന്ന് ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഫ്രീക്വൻസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കില്ല. ചില ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അവർ വന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കില്ല, വെറും ഈ പച്ചക്കറി മാത്രം അല്ലെങ്കിൽ സാലഡ്സ് മാത്രം കഴിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കുന്നതിന് അതിൽ അർത്ഥമില്ലല്ലോ, ഇത് മീനിങ്ലെസ് അല്ലേ. ഫുഡ് ഇസ് സംതിങ് യു ഷുഡ് എൻജോയ്, ബട്ട് യു ഷുഡ് ഡു ഇറ്റ് ഇൻ എ വെരി ബാലൻസ്ഡ് വേ. നമ്മളതിന് ബാലൻസ്ഡ് ആയിട്ടെന്ന് പറയാം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റ്, ഫിഷ് കഴിക്കാം, മട്ടൺ കഴിക്കാം, ചിക്കൻ കഴിക്കാം, നോൺ വെജ് കഴിക്കാം, അതേപോലെ വെജിറ്റബിൾ ഇതെല്ലാം കഴിക്കാം. ഇപ്പം അതിന് ഞാനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇന്നൊരു പാർട്ടിക്ക് പോയി, അവിടെ ഒരു ഗ്രാൻഡ് ഫുഡാണ്, പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഹെൽത്തൊക്കെ ആലോചിച്ചിട്ട് ഒന്നും കഴിക്കാതെ വരുന്നതിനേക്കാളും നന്നായിട്ട് കഴിക്കുക. പക്ഷെ ഒരിക്കലും വയറ് നിറച്ച് മുട്ടുന്ന പോലെ കഴിക്കരുത്. അതാണ് ഒരു അഡ്വൈസ്. രണ്ടാമത്, ഇന്ന് നമ്മൾ കുറച്ച് നന്നായിട്ട് കഴിച്ചു, അപ്പോൾ രാത്രിയിലുള്ള ഫുഡ് വളരെ ലൈറ്റാക്കുക. ഒരു ആപ്പിൾ കഴിച്ചിട്ട് നല്ല വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കോമ്പൻസേറ്റ് ആക്കാം.